LDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമി ഭരിക്കുമെന്ന AK ബാലന്റെ പ്രസ്താവന തള്ളാതെ മുഖ്യമന്ത്രി രംഗത്ത് വന്നതോടെ കടുത്ത പ്രതികരണങ്ങൾ ഒഴിവാക്കി CPM നേതാക്കൾ. മാറാട് അടഞ്ഞ വിഷയമാണെന്നും ബാലൻ പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കണമെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. എന്നാൽ ബാലന്റെ പ്രസ്താവന അനവസരത്തിൽ ആയിപ്പോയി എന്ന അഭിപ്രായമുള്ളവർ പാർട്ടിക്കുള്ളിലുണ്ട്. AK ബാലന്റെ പ്രതികരണത്തിന് പിന്നാലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോട് അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രതികരണം ഇതായിരുന്നു. ഇന്നലെ ചേർന്ന തിരുവനന്തപുരം, പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു. വിമർശനങ്ങളെല്ലാം കഴിഞ്ഞ് വൈകിട്ട് വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ മുഖ്യമന്ത്രി ബാലനെ തള്ളിപ്പറഞ്ഞില്ല. ന്യായീകരിക്കാൻ ചരിത്രവും പറഞ്ഞു മുഖ്യമന്ത്രി. ഇതോടെ അവരെല്ലാം മൗനത്തിലായി. ബാലനെ വിമർശിച്ചുള്ള ഒരു പരാമർശങ്ങളും ഇന്ന് ഉയർന്നു കേട്ടില്ല. LDF കൺവീനർ TP രാമകൃഷ്ണനും മൃദു സമീപനമായിരുന്നു. അതൊക്കെ അവസാനിച്ച അധ്യായമാണ്. അതിന്റെ മേലെ എന്തെങ്കിലും ഒരു പരാമർശം നടത്തിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭിന്നതയോ ഒരു അസ്വാരസ്യമോ സമൂഹത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. വർഗീയ വിഭജനത്തെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുകയാണ് CPM എന്ന രമേശ് ചെന്നിത്തല. കേരളത്തിലുണ്ടായ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സംഭവമായിരുന്നു. ആ മുറിവിൽ വീണ്ടും വീണ്ടും മുളക് തേക്കുന്ന ജോലിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. AK ബാലനെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്ന് K മുരളീധരൻ ആവശ്യപ്പെട്ടു. മീഡിയ 1 തിരുവനന്തപുരം.